വേട്ടയാടപ്പെടുന്നവരുടെ കൂടെയാണ് കവി നിൽക്കേണ്ടത്, വേട്ടയാടുന്നവരോടൊപ്പമല്ല. വേട്ട എന്താണ്, ഈ ഇരയ്ക്ക് പാരവശ്യം കൂടുന്തോറും വേട്ടക്കാരന് ഔത്സുക്യം കൂടുമെന്ന് പറയും. നമ്മൾ ആ വേട്ടക്കാരൻ്റെ ഭാഗത്തല്ല, വേട്ടയാടപ്പെടുന്ന സാധാരണക്കാരുടെ ഭാഗത്താണ്. സമൂഹത്തിനുണ്ടാകുന്ന ഏതൊരു സങ്കടങ്ങളുടെയും കൂടെ നിൽക്കുന്ന രാഷ്ട്രീയമാണ് കവിക്കുണ്ടാകേണ്ടത്. അത് പ്രത്യേകിച്ച് എന്തെങ്കിലും സ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല. എന്തെങ്കിലും സ്ഥാനം ലഭിക്കുമെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് കവിയുടെ രാഷ്ട്രീയം കക്ഷി രാഷ്ട്രീയമല്ല. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ ഒരു സാമൂഹിക രാഷ്ട്രീയം കവിക്ക് ഉണ്ടാകേണ്ടതുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ആവുമ്പോഴേ ഏറ്റവും സൂക്ഷ്മമായി അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. നിശ്ചയമായും കവികൾക്ക് ഒരു പുരോഗമന സ്വഭാവം ഉണ്ടാകും. എല്ലാ ഈ ജീവിതത്തിൽ ആ ഒരു പഴയ മാമൂലികളിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന കവികൾ ഉണ്ടാവില്ല കൂടുതലും പേരും. തീർച്ചയായും പുരോഗമനത്തിലേക്കുള്ളൊരു വഴി, ആ ഒരു ദർശനം എല്ലാ കവിക്കും ഉണ്ടാവും. അത് നിൽക്കെ തന്നെ അത്തരം കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം നിന്നുകൊണ്ട് സമൂഹത്തെ സ്നേഹിക്കുകയും സമൂഹത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു കവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാവ്യ രാഷ്ട്രീയം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ എൻ്റെ കവിതകൾ അവതരിപ്പിച്ചിട്ടുള്ളതും അങ്ങനെ തന്നെയാണ് ഇപ്പോഴും അത് ശ്രദ്ധിക്കുന്നതും. ഭാഷയിലും പ്രയോഗങ്ങളിലും പുതിയ കവിത ഒരുപാട് മുന്നോട്ട് പോകുന്നതാണ് എൻ്റെ അഭിപ്രായം. കാരണം അവരൊരു പക്ഷേ പഴയ ഒരു രീതി അക്സെപ്റ്റ് ചെയ്യുന്നില്ലായിരിക്കും. കാരണം അതിന് ഈ ചെറിയ അധ്വാനം പോരാ. ഇപ്പോൾ ശാർദൂല വിക്രയത്തിൽ ഒരാൾക്ക് കവിത എഴുതണമെങ്കിൽ അയാൾ ആർജിച്ചിരിക്കേണ്ട കാവ്യ സംസ്കാരമുണ്ട്. അത്രയും പിന്നിലേക്ക് പോയി അയാൾ ആർജിച്ചു വരണം. അങ്ങനൊരു പ്രത്യേകതയുണ്ട്. പക്ഷേ അവർക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ എഴുതാൻ പറ്റുക എന്നുള്ളത് അവരുടെ ഒരു സ്വാതന്ത്ര്യമാണ്. എല്ലാവരും ഒരേപോലെ എഴുതിക്കൊള്ളണമെന്നില്ല. ഓരോരുത്തരും കാണുന്ന കാഴ്ചകളെ അവരുടെ രീതിക്കനുസരിച്ച് വ്യത്യസ്തമായി അവർ അവതരിപ്പിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ഈ ഫോൺ വാങ്ങിച്ചാൽ പിറ്റേ വർഷം മാറ്റുന്ന മലയാളി, ഈ ഫ്രിഡ്ജ് വാങ്ങിച്ചാൽ 6 മാസം അല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞ് മാറ്റുന്ന മലയാളിക്ക് കവിത മാത്രം നിയോ ക്ലാസിക് രീതിയിലിരിക്കണം എന്ന് പറയുന്ന ചില ഈ ഷാഠ്യങ്ങളുണ്ട്. ആ ഷാഠ്യങ്ങൾക്കൊക്കെ അപ്പുറത്താണ് ഈ കവിത എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യത്തോടു കൂടി ഇറങ്ങി വരുന്നൊരു കാഴ്ചയുണ്ട്. അതുപോലെ തന്നെ പുതിയ തലമുറയിൽ ഒരുപാട് പേര് ചില സൂക്ഷ്മമായ ചില പ്രയോഗങ്ങളൊക്കെ നടത്തുമ്പോൾ നമ്മൾ അമ്പരന്ന് പോകും. ചില പ്രയോഗങ്ങളൊക്കെ ഒരുപക്ഷെ അവരുടെ ജീവിതം അത്ര കണ്ട് അവർ ഈ സമൂഹത്തിന് അത്ര കണ്ട് സൂക്ഷ്മമായിട്ട് ചെറിയ കാര്യങ്ങൾ പോലും അവർ ചിലപ്പോൾ കവിതയാക്കും. ചെറിയ കാര്യമായിരിക്കും, കവിതയാക്കും. ഇപ്പോൾ വീരാൻകുട്ടി മാഷിൻ്റെ ഒരു കവിതയിലൊരു വരിയുണ്ട്, ഇല ഈ ഞെട്ടറ്റ് താഴേക്ക് വീഴുന്നതാണ്. അപ്പം അദ്ദേഹം പറയുന്നത്, അല്പനേരത്തേക്കെങ്കിലും ഒരു പറവയുടെ സ്വാതന്ത്ര്യം അതനുഭവിക്കുന്നുണ്ടല്ലോ എന്ന് ആണ്. ഇതിനേക്കാൾ സുന്ദരമായിട്ട് ഫെമിനിസത്തിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ തലമുറയിൽ വളരെ കുറച്ച് പേരെ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ അതിനുശേഷം വന്ന് ഒരുപാട് പുതിയ തലമുറ, ഏറ്റവും പുതിയ തലമുറയിലെ കുട്ടികൾ വരെ വളരെ തീക്ഷ്ണമായി കവിത എഴുതുന്നവരുണ്ട്. അവരിൽ പലരും ഈ വൃത്തബദ്ധമായി എഴുതുന്നില്ലായിരിക്കാം. അതവർക്ക് പറ്റാത്തത് ചെയ്ത് അവർക്ക് ഈ വൃത്തബദ്ധമായി എഴുതണമെങ്കിൽ അത്രയേറെ വാക്കുകളിൽ പദങ്ങളിലൊരു പദസമ്പത്ത് ഉണ്ടായി വരേണ്ടതുണ്ട്. ഇവർക്കങ്ങനെയല്ല. ഇവർ ഇമേജറിയെ കൂടുതൽ ഉപയോഗിക്കുകയും ഈ നിഗൂഢതകളെ കൂടുതൽ ഉപയോഗിക്കുകയും ചെയ്യുന്നുള്ളതാണ്. എന്നാൽ ഈ 2 കൂട്ടത്തിലും കള്ളനാണയങ്ങളുമുണ്ട്. ഈ താളത്തിൽ എഴുതുന്നു പറയുന്നവരിലും താളത്തിൽ പത്രവാർത്ത ചുമ്മാ താളത്തിൽ വായിച്ച കവിതയാവുമെന്ന് വിചാരിക്കുന്നവർ ഇപ്പോഴും തിരുവനന്തപുരത്തുണ്ട്, പലയിടങ്ങളിലും ഉണ്ടാവാം. എന്നാൽ ഇതുപോലെ ഗദ്യത്തിൽ 4 വരി ഇങ്ങനെ പല്ലി വാലി മുറിച്ചിട്ട പോലെ ചെയ്താൽ കവിതയാവും എന്നുള്ള ആളുകളുമുണ്ട്. കവിത ഉണ്ടാവുക എന്നുള്ളതാണ് കാര്യം. അല്ലാതെ അതിനകത്ത് അത് ആവിഷ്കരിച്ച് വയ്ക്കുന്നു എന്നുള്ളത് മാത്രമല്ല, അതിനകത്ത് എത്രത്തോളം കവിതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും. കൊച്ചിയിലെ വൃക്ഷങ്ങൾ എന്ന കവിത കെ ജി ശങ്കരപ്പിള്ള വൃത്തത്തിലാണ് എഴുതിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് വലിഞ്ഞു പോയേനെ വല്ലാതെ. അത് മുറുകിയിരിക്കുന്നത് അതിൽ തന്നെ പറയുമല്ലോ അദ്ദേഹം, വേരിൽ നിന്ന് കനിയിലേക്ക് മുറുകി എന്നൊരു പ്രയോഗം ആ കവിതയിൽ തന്നെ ഉണ്ട്. വേരിൽ നിന്ന് ആ കവിത കനിയിലേക്ക് മുറുകിയത്, വൈലോപ്പിള്ളി വൈദ്യുതിയായി എന്ന് പറഞ്ഞ പോലെ KGSൻ്റെ ആ കവിത വൈദ്യുതിയായത് അതിലെ അവതരണ രീതി കൊണ്ടും കൂടിയാണ്. ഏറ്റവും സൂക്ഷ്മമായിട്ട് അദ്ദേഹം അത് അവതരിപ്പിച്ചിട്ടുണ്ട്. നിശബ്ദത എന്നൊരു കവിതയുണ്ട് അദ്ദേഹത്തിന്,
KGSൻ്റെ വളരെ സുന്ദരമായ കവിതയാണ്. അത് അങ്ങനെ അവതരിപ്പിക്കാൻ പറ്റും. പുതിയ തലമുറയിലെ ആളുകളും അത് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അവരുടെ കവിതകളും ഞാൻ വായിക്കാറുണ്ട്. ആനുകാലികങ്ങൾ നിരന്തരം വായിക്കുന്ന ആളാണ് ഞാൻ. ഈ ഒരാഴ്ചയിൽ ആനുകാലികങ്ങൾ എല്ലാം കൃത്യമായി വാങ്ങുകയും കൃത്യമായത് വായിക്കുകയും പിന്നീട് ഈ എഴുത്തുകാരെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ അവരുടെ വായിച്ച പുസ്തകത്തെക്കുറിച്ച് അല്ലെങ്കിൽ കവിതയെക്കുറിച്ചൊക്കെ പറയുകയും ചെയ്യുന്ന ആളാണ് ഞാൻ. ഒരിക്കൽ ശൈലൻ എന്നൊരു കവിയുണ്ട്. ശൈലൻ ചേട്ടൻ്റെ ഒരു കവിത വായിച്ചിട്ട് 13 കൊല്ലത്തിന് ശേഷം അദ്ദേഹത്തിനെ കണ്ടപ്പോൾ ഞാൻ ആ ഗദ്യ കവിതയിലെ വരികൾ ഓർത്ത് തിരിച്ചു പറഞ്ഞപ്പോൾ അദ്ദേഹം വല്ലാതെ അത്ഭുതപ്പെട്ടു. എൻ്റെ വളരെ സന്തോഷത്തോടു കൂടി എന്നോടൊന്ന് സംസാരിക്കുകയും ചെയ്തു. അന്നാണ് സത്യത്തിൽ ഞങ്ങളെ കാര്യമായി പരിചയപ്പെടുന്നത്. ഇപ്പോഴും ആ സ്നേഹം നിലനിൽക്കുന്നു. ഇങ്ങനെ ചില ആളുകളെ കാണുമ്പോൾ ആ ഓർമ്മയുണ്ടാവും, ആ വായിച്ച ഓർമ്മ വരും. അത് ഓർമ്മയിൽ നിൽക്കുന്ന കാരണം അവരുടെ എഴുത്തിൻ്റെ കൂടെ ഗുണം കൊണ്ടാണ്. അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചു എന്നുള്ളതുകൊണ്ടാണ്. എല്ലാവരെയും ഞാൻ വായിക്കാറും ആസ്വദിക്കാറുമുണ്ട്. വേടൻ്റെ കാര്യം പറഞ്ഞല്ലോ, അദ്ദേഹത്തെക്കാൾ നന്നായിട്ടൊരു പക്ഷേ പലരും എഴുതിയിട്ടുണ്ടാവാം. അദ്ദേഹം ഈ എഴുതിയ സാധനം ജനങ്ങളുടെ മുമ്പിൽ പെർഫോം ചെയ്തു എന്നുള്ളത് കൊണ്ടും കൂടിയാണ് അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടത്. അതിൻ്റെ പ്രത്യേകത ഇപ്പോൾ വിയർപ്പ് തുന്നി ഒരു കുപ്പായം ഇടാൻ പറ്റില്ല. പക്ഷേ മേൽക്കുപ്പായം ഇടാതെ ജോലി ചെയ്യുന്നവൻ വിയർത്ത് ഈ തുള്ളികളിങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ ഈ ഒരു കുപ്പായത്തിൻ്റെ മുകളിൽ സ്ഫടികം പതിപ്പിച്ച പോലെ ഇരിക്കും. അത് വിഷ്വലൈസ് ചെയ്യാൻ കഴിയുന്ന ആളിന് വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന് എഴുതാൻ പറ്റും. അങ്ങനെ തന്നെയാണ് ഞാനതിനെ കാണുന്നത്. എഴുത്തച്ഛൻ്റെ ഒരു പ്രയോഗമുണ്ട്. ഇത് പറയുമ്പോൾ അത് പറയണമല്ലോ. എഴുത്തച്ഛനെയും വേടനെയും തമ്മിൽ ഞാൻ ഉപമിക്കുകയല്ല, അങ്ങനെ വിചാരിക്കരുത്. എഴുത്തച്ഛൻ്റെ ഒരു പ്രയോഗമുണ്ട്. സീതയുടെ ആഭരണങ്ങൾ സുഗ്രീവനെടുത്ത് കാണിക്കുമല്ലോ. മോളിൽ നിന്നൊരു പെണ്ണിനെ അടിച്ചുകൊണ്ട് പോകണുണ്ട്. അപ്പോൾ അവൾ കുറച്ച് ആഭരണങ്ങൾ താഴോട്ടിട്ടു, ചെന്നെടുത്തുകൊണ്ട് വന്നു നോക്കി. ശ്രീരാമൻ ഇതെടുത്ത് നോക്കുമ്പോൾ ശ്രീരാമന് കണ്ണീര് വന്നു എന്നല്ല എഴുത്തച്ഛൻ പറഞ്ഞത്. അർണോജനേത്രനെടുത്തു നോക്കുന്നേരം കണ്ണുനീർ തന്നെ കുശലം വിചാരിച്ചു. സീതയുടെ ആഭരണത്തിനെ കണ്ടിട്ട് സീതയുടെ ആഭരണം കണ്ടിട്ട് കുറേ കാലമായി. അപ്പോൾ ആഭരണത്തിനോട് കുശലം ചോദിക്കാൻ രാമൻ്റെ കണ്ണീര് വന്ന് നിൽക്കുകയാണെന്ന്. സുഖമാണോ എന്ന് ചോദിക്കാൻ. ഷേക്സ്പിയറിനൊരു പ്രയോഗമുണ്ടല്ലോ, ബ്രൂട്ടസ് സീസറിനെ കുത്തി, രക്തം വന്നു എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഷേക്സ്പിയർ പറയുന്നത് കുത്തിയത് ബ്രൂട്ടസ് തന്നെയാണോ എന്ന് വിശ്വാസം വരാതെ സീസറിൻ്റെ രക്തം പുറത്തേക്ക് എത്തി നോക്കിയെന്ന്. അവിടെയാണ് അങ്ങനെ ഒരു കാവ്യ സംസ്കാരം, അങ്ങനെ ഒരു കാവ്യഭാവന ഉണ്ടാവുക എന്നുള്ളത് തെറ്റല്ലെന്ന് ഞാൻ പറയും. പിന്നെ അദ്ദേഹം സ്പഷ്ടമായിട്ട് ആ വരി ഡയറക്റ്റായിട്ട് തന്നെ പറയുന്നു. പിന്നെ എപ്പോഴും ഇപ്പോഴത്തെ തലമുറയ്ക്ക് ചടുലതയാണ് ആവശ്യം. ഇപ്പോൾ ഉദാഹരണത്തിന് ഗിരീഷ് പുലിയൂരിൻ്റെ പുതിയ കവിത വന്നു, ഒന്ന് കൈയടിച്ചേ വീണ്ടും കൈയടിച്ചേ എന്നൊരു കവിത. നേരെ കുറിച്ച് അദ്ദേഹം ഒന്ന് കൈയടിച്ചേ വീണ്ടും കൈയടിച്ചേ ഒന്നു ചേർന്നൊരൊറ്റക്കെട്ടായി വീണ്ടും കൈയടിച്ചേ എന്ന് പാടിയിരുന്നെങ്കിൽ ആൾ ഉറങ്ങിയേനെ. ചാടുല്യമാണ് ഇപ്പോഴത്തെ കല. അതുകൊണ്ട് കവിതയും ചടുലതയിലുള്ള കവിതയാകുമ്പോൾ ജനം പെട്ടെന്ന് ശ്രദ്ധിക്കും. പണ്ടും അങ്ങനെ ആയിരുന്നു. പണ്ടെന്നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല അല്ലേ. പണ്ടിവനൊരു കടിയാലൊരു പുലിയെ കണ്ടിച്ചത് ഞാൻ കണ്ടറിയുന്നേൻ എന്നാണ്. ഇപ്പോഴും രാമായണത്തിൽ ആൾക്ക് ഇഷ്ടമുള്ള ഭാഗം സുന്ദരകാന്ഡമാണ്. സകല സുഖകുല വിമല തിലകിത കളയവരെ സാരസ്യ പീയൂഷ സാര സർവസ്വമേ കഥയമമ കഥകളതി സാദരം കാകുൽസ ലീലകൾ കേട്ടാൽ മതിവരാ. കിളിമകളോട് അതിസരസം ഇത് രഘുകുലാധിപൻ കീർത്തി കേട്ടിടുവാൻ ചോദിച്ച അനന്തരം കളമൊഴിയും അഴകിനോട് തൊഴുത്തു ചൊന്നിയിടുവാൻ കാരുണ്യമൂർത്തിയെ ചിന്തിച്ചു മാനസേ. ഇതാണ് ആൾക്ക് ഇഷ്ടം. മാപ്പിളപ്പാട്ട് ആൾക്ക് ഇഷ്ടം അതുകൊണ്ടാണ്. ഒട്ടകങ്ങൾ വരി വരി വരിയായി കരയ്ക്ക മരങ്ങൾ നിര നിര നിരയായി. ആ ചടുലത അല്ല വേഗത ആൾക്ക് വലിയ ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ് ജഗതി ആൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ജഗതി വേഗതയിൽ ഡയലോഗ് റെൻഡർ ചെയ്യുന്ന ആളാണ്. ലാഗിങ് ഇല്ല. ഇതാണോ ക്രിക്കറ്റ് കളി? ഒരുത്തൻ എറിയുന്നു, ഒരുത്തൻ അടിച്ച് കളയുന്നു, അടിച്ച് കളയാനാണെങ്കിൽ പിന്നെ പുല്ല് എന്തിനിടെ എറിയുന്നത് എന്ന് ചോദിക്കുന്ന ആ വേഗതയിലാണ് ആളുകളുടെ രസം. അത് എപ്പോഴും മലയാളിക്കുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയാണ് വേടനിലൂടെ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത.